ഈ കല്ലട ബസ്സിൻ്റെ കാര്യം ഒരു പ്രേക്ഷകർ നേരത്തെ ചോദിച്ചപ്പോഴാണ് ഈ കല്ലട ബസ്സിന് ഇങ്ങനെ നിരന്തരം അപകടമുണ്ടാക്കുമ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നു എന്നൊരു പ്രേക്ഷകൻ സംശയം ചോദിച്ചു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വീണ്ടും കല്ലട ബസ് അപകടത്തിൽപ്പെട്ടു. കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ വെച്ചാണ് മലയാളിയുടെ പിക്കപ്പ് വാഹനം ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ 2 മലയാളികൾക്ക് പരിക്കേറ്റു. കൊച്ചിയിലെ ആൽഫ ഒമേഗ സ്ഥാപനത്തിൻ്റെ പിക്കപ്പ് വാഹനമാണ് കല്ലട ബസ് ഇടിച്ചു തെറിപ്പിച്ചത്. കാണാം. ഞങ്ങളുടെ ആൽഫനൊമേഗ കമ്പ്യൂട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം എറണാകുളത്തെ ബ്രാഞ്ചിൽ നിന്നും ഞങ്ങളുടെ മെറ്റീരിയലുകളുമായി പോയ ബഡാദോസ്ത് എന്ന കാരിയർ ടെമ്പോ ഞങ്ങൾക്ക് മൈസൂർ ബ്രാഞ്ചിലേക്ക് പോയി. ഇന്നലെ 23/6/2024 ഈ മൈസൂർ ബ്രാഞ്ചിലേക്ക് പോയ വാഹനം അവിടെ ഞങ്ങളുടെ മെറ്റീരിയലുകൾ ഇറക്കിയ ശേഷം ഇന്ന് രാവിലെ അവിടുന്ന് ഗുണ്ടൽപേട്ട് വഴി തിരിച്ചു വരുന്ന സമയത്ത് ഗുണ്ടൽപേട്ട് ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ടിരുന്ന ഞങ്ങളുടെ വാഹനത്തിലേക്ക് വളരെ റാഷായിട്ട് ഓടിച്ചു വന്ന കല്ലട ബസ്, കേരളത്തിൽ നിന്ന് വരികയായിരുന്ന കർണാടകയിലേക്ക് വന്നുകൊണ്ടിരുന്ന കല്ലട ബസ് വന്ന് ശക്തമായി ഇടിക്കുകയും തലനാരിഴയ്ക്കാണ് ആക്ച്വലി ഞങ്ങളുടെ 2 സ്റ്റാഫ് രക്ഷപ്പെട്ടത്. ഒരാളിപ്പോൾ ആശുപത്രിയിലാണ്. നിർത്തിയിട്ടിരുന്ന ഈ ഗുണ്ടൽപേട്ട് ചെക്ക് പോസ്റ്റിലേക്ക് അവിടെ നിർത്തിയിട്ടിരുന്ന വാഹനത്തിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. ശക്തമായിട്ട് ഞങ്ങൾ ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, അല്പസമയം ഒരു പ്രേക്ഷകൻ ചോദിച്ചതേ ഉള്ളൂ. കൊച്ചിയിലും നേരത്തെ കല്ലട ബസ് അപകടമുണ്ടാക്കി, പാലക്കാട് നേരത്തെ കല്ലട ബസ് അപകടമുണ്ടാക്കി. അപ്പോൾ ഈ ബസ്സിൻ്റെ അപകടത്തിൻ്റെ കഥകൾ തുടരുന്നു. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ അപകടത്തിൻ്റെ വാർത്ത കൂടി പുറത്തു വരുന്നത്. ആരുടെ ഭാഗത്തായിരുന്നു തെറ്റ് എന്ന് നമുക്കറിയില്ല. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നിർത്തിയിട്ടിരുന്ന വാഹനത്തിൻ്റെ പിന്നിൽ ഇടിച്ചു എന്നാണോ മനസ്സിലാക്കുന്നത് അർജുൻ മട്ടന്നൂർ? ഡോക്ടർ അരുൺകുമാർ, കൊച്ചി മാടവനയിൽ ഒരു ബൈക്ക് യാത്രക്കാരന്റെ മരണത്തിനിടയാക്കിയ അപകടത്തിന് പിന്നാലെ കല്ലട ബസ് വീണ്ടും അപകടമുണ്ടാക്കി എന്ന പരാതിയാണ് ഉയരുന്നത്. കർണാടകയിലെ ഗുണ്ടൽപേട്ട് ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് അപകടമുണ്ടായത്. കൊച്ചിയിലെ ഒരു കമ്പനിയിൽ നിന്ന് കമ്പ്യൂട്ടർ സാധനങ്ങളുമായി മൈസൂരിലേക്ക് പോയ വാഹനത്തെയാണ് കല്ലട ബസ് ഇടിച്ചു തെറിപ്പിച്ചത്. അതായത് ഈ കൊച്ചിയിൽ നിന്ന് ഒരു പിക്കപ്പ് വാഹനം മൈസൂരിൽ പോയി അവിടെ സാധനങ്ങൾ ഇറക്കി തിരിച്ചു വരികയായിരുന്നു. 2 മലയാളികളാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. തിരിച്ചു വരുമ്പോൾ ഗുണ്ടൽപേട്ട ചെക്ക് പോസ്റ്റിൽ അവർ അനുമതി കാത്ത് കിടക്കുന്നു. അപ്പോഴാണ് എതിർഭാഗത്ത് നിന്ന് വന്ന, അതായത് കേരളത്തിൽ നിന്ന് മൈസൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കല്ലട ബസ് ഇടിക്കുകയായിരുന്നു. ഈ പിക്കപ്പ് വാഹനത്തിന്റെ മുൻഭാഗം ഏതാണ്ട് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അതോടൊപ്പം തന്നെ ഈ കല്ലട ബസിന്റെ മുൻഭാഗവും തകർന്നിട്ടുണ്ട്. ഇതിൽ ഈ പരാതിക്കാർ പറയുന്നത് അമിത വേഗതയിൽ അശ്രദ്ധമായാണ് ഈ വാഹനം വന്നത്, അതിനുശേഷമാണ് ഈ അപകടം ഉണ്ടാക്കിയത് എന്നാണ്. അപകടം ഉണ്ടാക്കിയ ശേഷം അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ഈ ബസ് ജീവനക്കാരനടക്കം തയ്യാറായിട്ടില്ല എന്നൊരു പരാതിയും ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 2 വാഹനങ്ങളും ഗുണ്ടൽപേട്ട് പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. എന്തായാലും ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് ഇവർ പറയുന്നു. ഈ പരിക്കേറ്റവർ കൽപ്പറ്റയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയുമാണ്. ഇന്നലെ മാടവനയിലെ അപകടമുണ്ടാക്കിയ ബസ്സിൽ ഇന്നലെ മോട്ടോർ വാഹന വകുപ്പ് വിശദമായി പരിശോധന നടത്തിയിരുന്നു. ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് അവർ കണ്ടെത്തിയത്. പ്രധാനമായും ഈ ബസ്സിന്റെ സ്പീഡ് ഗവർണർ വിച്ഛേദിക്കപ്പെട്ട നിലയിലായിരുന്നു. മാത്രവുമല്ല പിറകിലുള്ള ടയർ ഏതാണ്ട് പൂർണ്ണമായും തേയ്മാനം സംഭവിച്ച നിലയിലുമായിരുന്നു. എന്തായാലും ഈ ബസ് ഡ്രൈവറുടെ ലൈസൻസ് അടക്കം റദ്ദാക്കുന്ന നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് കടക്കുകയാണ്. തമിഴ്നാട് സ്വദേശിയായ പാൽപ്പാണ്ടി എന്നയാളാണ് ഈ മാടവനയിലെ വാഹനം ഓടിച്ചത്. ഇയാളുടെ ലൈസൻസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പിന് ഒരു റിപ്പോർട്ട് നൽകാൻ ഒരുങ്ങുകയാണ് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ്. എന്തായാലും അതിനിടയിലാണ് ഗുണ്ടൽപേട്ടിൽ മറ്റൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഇതിലും കല്ലട ബസ് അപകടത്തിൽ പെടുന്നു എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നു. കേരളത്തിൽ ഒരുപാട് യാത്രക്കാർ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയിരുന്ന ബസ്സാണ്. പ്രൊഫഷണലായിട്ട് സർവീസ് നടത്തിയിരുന്ന ബസ്സാണ്. കല്ലട ബസ്സിനെ കൊല്ലട ബസ്സാക്കി മാറ്റരുത് എന്നാണ് ഡ്രൈവർമാരോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. യാത്രക്കാർക്ക് സുരക്ഷിതമായിട്ട് സഞ്ചരിക്കാൻ പറ്റണം. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അപകടം ഉണ്ടായതിനു ശേഷമല്ല പരിശോധന നടത്തേണ്ടതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങൾക്ക് മനസ്സിലായി, റോബിൻ ബസ്സിൽ നിങ്ങൾ നടത്തിയ പരിശോധന ഉണ്ടാക്കിയ പൊല്ലാപ്പ് ഇന്നുവരെയും അടങ്ങിയിട്ടില്ല. ഈ ബസ്സിലൊക്കെ ഈ വേഗപ്പൂട്ടടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അത് കല്ലട ബസ്സിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. അപകടം ഉണ്ടായിട്ടല്ല, അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ബസ്സുകളിലൊക്കെ കൃത്യസമയത്ത് പരിശോധനയും നടത്തുകയും കൂടി വേണം. ഡ്രൈവർമാരും ഒന്ന് ശ്രദ്ധിക്കണം, നിങ്ങൾ ഓടിക്കുന്നത് ബസ്സാണ്, ഒരു പ്ലെയിൻ അല്ല എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചത് നന്നായിരിക്കും. ഗുണ്ടൽപേട്ടിലും കല്ലട ബസ് 2ാമത്തെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ബസ്സിൻ്റെ അധികാരികളും ഒപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും.